എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡ് എവിടെയാണോ എൻഡ് ചെയ്തത് കറക്റ്റ് അതിന്റെ അവിടെ വെച്ചിട്ടാണ്. അതായത് ആ ഒരു ശക്തി എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു ഫോഗ് പോലെ, അതായത് പുക പോലത്തെ ആ ഒരു സംഭവത്തിനകത്ത് നിൽക്കുന്നതാണ്. നമ്മുടെ പീറ്റിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പീറ്റിന്റെ രൂപത്തിൽ വേറൊരു സാധനം ചെല്ലുന്നുണ്ട്. പീറ്റാണ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്. ആൻഡ് പീറ്റിന്റെ അടുത്ത് അവന്റെ ആ ഒരു കുരങ്ങ് പോലത്തെ അവന്റെ ഉള്ളിലെ ആ ഒരു ശക്തി പുറത്തേക്ക് വരുന്നുണ്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഓൾസോ നിറനെ അവൻ പുറത്തിറക്കി യാവ് പോലത്തെ സാധനങ്ങളെല്ലാം കൂട്ടി ഒരു മിറർ റൂമിൽ അടച്ചു വെക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചിയുടെ പുറകെ ആൾക്കാരെല്ലാം ഇങ്ങനെ അവരെങ്ങനെ നിങ്ങൾ ദുഷ്ടയാണ് അല്ലെങ്കിൽ സ്കാം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ മാനിപ്പുലേറ്റ്, അതായത് മാനസികമായി തളർത്തുന്നുണ്ട്. ഇതുപോലത്തെ ഒരു സീനാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ എക്സാക്ട്ലി ഇത് കാണിച്ചുകൊണ്ട് തന്നെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മളെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ചേച്ചീനെയും പീറ്റിനെയാണ്. അതായത് ചേച്ചി ഇങ്ങനെ നടന്നു പോകും. ചേച്ചിയുടെ ചുറ്റും ആൾക്കാർ കുറെ പ്ലക്കാർഡ്സും കുറെ നോട്ടീസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അതായത് നിങ്ങൾ ഗവൺമെന്റിന് വേണ്ടി മാത്രം പണിയെടുക്കുവാണ്, നിങ്ങൾ കാശിന് വേണ്ടി മാത്രം എന്തും ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞിട്ട്, ഭയങ്കര സ്കാം ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ മാനസികമായി ഇങ്ങനെ തളർത്താൻ വേണ്ടി ഇവരുടെ ചുറ്റും നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ചേച്ചിയുടെ വീക്ക്നെസ്സും അത് തന്നെയാണ്. ഇപ്പുറത്ത് നമ്മുടെ പീറ്റിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പീറ്റ് ആണെങ്കിൽ ആ ഒരു കുരങ്ങ് പോലത്തെ അവന്റെ ഉള്ളിലെ ആ ഒരു ഡീമണുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. ഓൾറെഡി ഒരു വട്ടം പീറ്റ് അതിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ നമ്മുടെ പീറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ഇപ്രാവശ്യം ഇതൊരു മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പീറ്റിനെ ഇത് സുഖമായിട്ട് തോപ്പിക്കുന്നുണ്ട്. തോപ്പിക്കാന്ന് വെച്ചാൽ പീറ്റിനെ അതങ്ങോട്ട് അങ്ങ് അടിച്ചിടുന്നുണ്ട്. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ആരെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിജീവി പോലത്തെ ആ ഒരു നമ്മുടെ ബുദ്ധിജീവിയെ പോലത്തെ ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, കണ്ണാടി വെക്കാത്ത, അതിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ബുദ്ധിജീവി, നമ്മുടെ ഈ പഠിപ്പിച്ച ചേട്ടൻ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ ഇതിനെ കാണുന്നുണ്ട്. അപ്പൊ ഇവരുടെ ബന്ധം എന്താണെന്ന് നമുക്ക് അറിയത്തില്ലേ. എങ്ങനെയാണ് ഈ പുള്ളി നമ്മുടെ ബുദ്ധിജീവിയുടെ ഒരു നോട്ടത്തിൽ കണ്ടാൽ നമുക്കത് ട്വിന്നാന്നേ പറയത്തുള്ളൂ. എങ്ങനെയാണ് ഇതിന്റെ വീക്ക്നെസ് ആയതെന്ന് നമുക്കറിയത്തില്ല. അത് വഴിയെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു സാധനം നമ്മുടെ ഈ ചെറുക്കനെ വിളിച്ച് അടുത്തിരുത്തുന്നുണ്ട്. അടുത്തിരുത്തിയിട്ട് എന്തോ ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങുന്നതായിട്ട് കാണിച്ചിട്ട് അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത ആളിലേക്ക് പോവാണ്. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പീറ്റിന്റെ ഫ്രണ്ട്സ് ആണ്. നമ്മുടെ പീറ്റിന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ പീറ്റിനെ പോലെ തന്നെ പീറ്റിന്റെ അതേ രൂപത്തിൽ ആ ഒരു ശക്തി മുന്നോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട്സിനെ തെറ്റിദ്ധരിപ്പിക്കുവാണ് അത് പീറ്റാണെന്നുള്ള രീതിയിൽ. എന്നിട്ട് പറയുന്നുണ്ട് ഇതിനകത്തുനിന്ന് ആർക്കും ജീവനോടെ പുറത്തു പോകാൻ പറ്റില്ല. അതായത് ഈ ഒരു ഫോഗ്, ഈ ഒരു പൊടിപടലം അല്ല, മഞ്ഞിനകത്തുനിന്ന് ആർക്കും പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ, അതായത് ഇവർ ചെയ്തുകൊണ്ടിരുന്ന പൂജ തടസ്സപ്പെട്ടു എന്നാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഇവരെ. ആൻഡ് ഇതിന് പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ സാക്രിഫൈസ് ആവണം, അതായത് സ്വന്തമായിട്ട് മരിക്കണം, ബലി കൊടുക്കണം ഈ ഒരു ശക്തിക്ക്, എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പീറ്റിങ്ങിൽ നിന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഈ പിള്ളേർക്കെല്ലാം ആകെപ്പാട് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. എന്നിട്ട് ഇവർ പീറ്റേനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെ തെരഞ്ഞെടുക്കും, നിങ്ങൾ ആരാകും എന്ന് പറയും. ചോദിക്കുമ്പോൾ പിള്ളേർ ആരും മിണ്ടുന്നില്ല. അപ്പോൾ പീറ്റി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്താ വേണ്ട, ഞാൻ തെരഞ്ഞെടുക്കണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നെസസറി ആണോ, ഇത് ആവശ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഇവർക്ക് ആർക്കും താല്പര്യമില്ല നിൽക്കുമ്പോൾ അതിൽ ജാക്ക് എന്ന് പറയുന്ന ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറയുന്നുണ്ട് നിക്ക് കിടന്ന് തർക്കിക്കേണ്ട, ഞാൻ തന്നെ സാക്രിഫൈസ് ആവാം എന്നും പറഞ്ഞിട്ട് ഇവൻ മുന്നോട്ട് വരുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റിന്റെ രൂപമുള്ള ആ ഒരു ശക്തി, ദുഷ്ടശക്തി ചിരിക്കുന്നുണ്ട്. കാരണം ആളുടെ ഒരു പ്ലാൻ സക്സസ് ആയല്ലോ. ആ ഒരു ഇത് നിൽക്കുവാണ്. ആൻഡ് നമ്മുടെ ജാക്ക് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് മുന്നേക്ക് വന്ന് നിൽക്കുവാണ്. അടുത്ത നമ്മൾ വീണ്ടും ബുദ്ധിജീവിനാട്ടോ കാണുന്നത്. ഞാൻ ഈ ബുദ്ധിജീവി എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സീരീസിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഇവരുടെ എല്ലാം പേര് പറയാൻ നിൽക്കുവാണെങ്കിൽ നമുക്കത് കൺഫ്യൂസ് ആകും. അതുകൊണ്ട് ഞാനും എൻ്റെ എളുപ്പത്തിന് ബുദ്ധിജീവി ഇങ്ങനെ ഓരോരോ കോഡ് നെയിം ഇട്ടാണ് ഞാനും സീരീസ് കാണുന്നത്. സോ നിങ്ങൾക്ക് ആളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ ബുദ്ധിജീവി ആണെങ്കിൽ ഇവനിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഇവനെ പോലെ തന്നെ ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുവാണ്. അപ്പോൾ അത് ഇവനോട് ചോദിക്കുന്നുണ്ട് നിന്റെ വിചാരം എന്താ, നീ ചെയ്യുന്നതെല്ലാം ഹെവൻ അങ്ങ് ഇഷ്ടപ്പെടും എന്നാണ് നിന്റെ വിചാരം, നീ ഹെവൻ ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്നാണ് വിചാരം എന്നൊക്കെ ചോദിച്ച് ഇവനെ തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ബുദ്ധിജീവി ചക്കൻ പറയുന്നുണ്ട് എല്ലാവരെയും ഹെവൻ വാച്ച് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിൽ ഹെവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ്. അപ്പം ഇത് ഇവന് തീരെ ഇഷ്ടപ്പെടുന്നില്ലേ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ശക്തിക്ക്. ആൻഡ് ഈ ഒരു ശക്തിയുടെ അടുത്താണെങ്കിൽ ഒരു പാവ പോലത്തെ സാധനമുണ്ട്. ആൻഡ് ഇവൻ എന്താക്കുന്നത് വെച്ചാൽ ഇവൻ്റെ ഒരു കത്തിയുണ്ട്. ആ കത്തി ഊരിയിട്ട് അവൻ ആ പാവയുടെ കണ്ണിലിട്ടാൻ കുത്തുവാണ്. ആൻഡ് ആ പാവയുടെ കണ്ണിന് കുത്തിയ സ്പോട്ടിൽ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ബുദ്ധിജീവിയുടെ കണ്ണിന് ഒറിജിനലായിട്ട് കുത്തു കിട്ടുവാണ്. ആൻഡ് അവിടുന്ന് ചോരയെല്ലാം ഒഴുകുവാണ്. ദെൻ ഇവനാണെങ്കിൽ നമ്മുടെ ബുദ്ധിജീവിനോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് നോ രക്ഷ, നമ്മുടെ ബുദ്ധിജീവി അവൻ എവിടെയാണോ അവിടെ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുവാണ്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ ഈ ഒരു ശക്തി ഉണ്ടല്ലോ അത് ആ ഒരു പാവയുടെ കാലിലിട്ടും കൂടെ കുത്തുന്നുണ്ട്. ആൻഡ് കുത്തുമ്പോൾ ഇതെല്ലാം ഇപ്പുറത്ത് നിൽക്കുന്ന ഇവനും അതുപോലെ തന്നെ അവന്റെ ബോഡിക്ക് സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് ചോരയൊക്കെ കാലിൽ നിന്ന് പോകുന്നുണ്ട്. ആൻഡ് ആ ടൈമിൽ ഈ ഒരു ശക്തി ഇവനെ എന്തോ ഒരു ഗെയിം പോലത്തെ സാധനം കളിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു ചെസ് അല്ല, എന്തോ ഒരു പ്രത്യേകതരം കളിയാണ്. കളി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആൻഡ് ഇവരിതിങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ദെൻ ഇവിടുന്ന് നമ്മളെ അടുത്ത് കാണിക്കുന്ന ആരെയാന്ന് വെച്ചാൽ നമ്മുടെ കള്ളു കുടിക്കുന്ന ഒരു മാമനുണ്ടല്ലോ, പുള്ളിനെയാണേ. പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ചുറ്റും വേറെ സാധനങ്ങളൊന്നുമില്ല. പുള്ളി ഇങ്ങനെ കുടിച്ച് വെളിവില്ലാണ്ട് ഇങ്ങനെ നടന്ന് മുന്നോട്ട് പോവാ. പെട്ടെന്നൊരു സ്പോട്ടിൽ പുള്ളി അങ്ങ് വീഴുവാണേ. അങ്ങ് വീണിട്ട് പുള്ളിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അതായത് എന്തൊക്കെയോ ശക്തികൾ, എന്തെല്ലോ കുറെ കൈ പോലത്തെ സാധനങ്ങൾ വന്ന് പുള്ളിനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണ്.
അപ്പോഴാണ് പുള്ളി ആലോചിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ കുടിച്ചു നടക്കുന്ന ഒരു ടീമാണല്ലോ. അപ്പൊ ഈ ബാറിലൊക്കെ ഒരുപാട് സ്ത്രീകളോടും ഒരുപാട് ആൾക്കാരോടും ഇങ്ങനെ ഇടപഴകുന്നുണ്ടാവുമല്ലോ. ശരിക്കും ഇതൊരു പോലത്തെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളല്ലേ. ഇയാളാണെങ്കിൽ നല്ല രീതിയിൽ നടക്കേണ്ട സ്ഥാനത്ത് ഇതുപോലെ ഇയാളുടെ ലൈഫ് അങ്ങ് കുടിക്കുകയും ഇതും ചെയ്തങ്ങ് കളയുവാണല്ലോ. സോ അതൊരു കർമ്മ പോലെ വന്ന് ഇയാളെ ഇങ്ങനെ മുറുക്കെ പിടിച്ച് ഇയാളുടെ ഡ്യൂട്ടിയിൽ നിന്ന് ഇയാളെ തടസ്സപ്പെടുത്തി ഇങ്ങ് മുറുക്കെ പിടിച്ച് നിർത്തിയിരിക്കുന്ന പോലെ നമ്മൾ എവിടെ കാണിക്കുവാണ്. ദെൻ അവിടുന്ന് മാറി നമ്മളെ നേരെ വീണ്ടും നമ്മുടെ ചേച്ചീനെ കാണിക്കുവാണേ. ചേച്ചി ഇങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്കൂടി ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. ആൾക്കാർ ചുറ്റും നിന്നിങ്ങനെ പറയുവാണ്. അതിന്റെ ആൾക്കാർ ഇങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ചേച്ചിക്കാണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അതായത് ഇവർ ഈ ഇടയ്ക്ക് ഫസ്റ്റ് ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചൈനക്കാരുടെ ഒക്കെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ. ആൻഡ് അതിലൊക്കെ ഒരു ചെക്കൻ ഇവരോട് പറയുന്നുണ്ടായിരുന്നല്ലോ, നമ്മുടെ പൂർവികർ നമ്മളോട് ഇതല്ലായിരുന്നു ചെയ്യാൻ പറഞ്ഞത്, നീ ഇതിനെല്ലാം വിപരീതമായിട്ട് ചെയ്യുവാണ്, നീ നമുക്ക് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണെന്ന് ഇവരുടെ കൂടെയുള്ള ആൾക്കാരടക്കം ഇവരുടെ മുഖത്ത് നോക്കി ഡിസപ്പോയിന്റ്മെന്റ് ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവരെന്താണ് സ്റ്റിൽ ഈ ഒരു പാർട്ടിക്കും ഗവൺമെന്റിനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയല്ല, ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതും ക്യാഷിന്. സോ ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണെന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇവരുടെ പോലെ തന്നെ ഈ നാട്ടുകാരെല്ലാം ചുറ്റും എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ഈ ചേച്ചിയും അങ്ങനെ ഒരു അസ്വസ്ഥമായിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. വീണ്ടും ഇപ്പുറത്ത് നമ്മളെ തിരിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധിജീവിനെയാണ്. ആൻഡ് ഇവനിതിങ്ങനെ കളിച്ച് കളിച്ച് എന്തോ ഒരു ഓരോന്ന് കളിക്കുന്ന അനുസരിച്ച് ഓരോരോ നമ്പർ ഇങ്ങനെ ഇട്ടിട്ട് എന്തോ ഒരു വര ഇട്ടിട്ട് പോവാണ് ഇവര്. ആൻഡ് ഇവന് പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് ഇവൻ കോളേജിൽ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. അപ്പൊ ഇവന് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾ ഓരോ സംശയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സാറ് പഠിപ്പിക്കുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവന് ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഇവരാണെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, അവരത് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഇവൻ ഇതുപോലെ എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പറഞ്ഞു ഇത് ഹെക്സാഗൺ ആണ് വന്ന് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കൊട്ടുന്ന പെണ്ണ് ചോദിക്കുന്നുണ്ട് അതെന്താ സംഭവം എന്ന്. അപ്പൊ ഇവൻ പറയുന്നുണ്ട് അതിനർത്ഥം നമ്മൾ തോറ്റു പോകുന്നതെന്ന്. അപ്പൊ ഇവരൊന്ന് ഞെട്ടിയതിന് ശേഷം ഈ പെണ്ണ് പറഞ്ഞു അതിന് നിങ്ങൾ പ്രവചിക്കുന്നതൊക്കെ എപ്പോഴും ശരിയാവണമെന്നൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആൻഡ് ആ ചിരിക്കുന്നത് ഇവനിങ്ങനെ ഓർത്തോണ്ട് നമ്മുടെ ആ കളിക്കുന്നതിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പുറത്ത് നമ്മളെ മാറി കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കൊട്ടുന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ, അവളാണെങ്കിൽ ചെണ്ട കൊട്ടി ഇതുവരെ നിർത്തിയിട്ടില്ലേ. അവളുടെ ശക്തികൾ മുഴുവൻ എടുത്ത് ഒച്ച വെച്ചിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുക. കൊട്ടി 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 അവളുടെ കയ്യിലിരിക്കുന്ന ആ കൊട്ടുന്ന ഒരു കമ്പ് പോലത്തെ സാധനം അതങ്ങ് പൊട്ടിയിട്ടങ്ങ് പോവാണ്. ആൻഡ് ഇവളുടെ കൈ നോക്കുമ്പോൾ കൈ ഫുള്ളിങ്ങനെ ചുമന്ന്, അതായത് പൊട്ടി കൈ ഫുള്ള് തൊലി പോയി, ഒരുപാട് നേരം കൊട്ടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു, തൊലിയെല്ലാം പോയി കൈവെള്ളം എല്ലാം അങ്ങനെ ഇരിക്കുന്നവൾ ആ കൈവെള്ളയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷെ വീണ്ടും നിറന്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുവാണ്. ആൻഡ് ഈ നിറനാണല്ലോ ഇതിന്റെ ഒരു സെന്റർ എന്ന് പറഞ്ഞ സാധനം. സോ ഈ ഒരു ശക്തിയുടെ മെയിൻ ഫോഴ്സ് നമ്മുടെ നിറന്റെ അടുത്താണ്. അത് ആ ഒരു ചില്ലുകൂട്ടിനകത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് ഈ ശക്തി നിറനോട് പറയുന്നുണ്ട് നിനക്ക് ഒരിക്കലും എന്നെ ഫീൽ ചെയ്യാൻ പറ്റില്ല, അതായത് നിനക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല, നിന്റെ ഒരു ബലഹീനതയാണ്, നീ ഔട്ട്കാസ്റ്റഡ് ആണ്, നിന്നെ എത്രയൊക്കെ നീ എന്ത് വലിയ സാധനത്തെ പിടിച്ചാലും നിന്നെ ഒരിക്കലും അവരുടെ കാസ്റ്റിൽ കൂട്ടില്ല, നീ ഔട്ട്കാസ്റ്റഡ് ആണ്, നിന്നെ എപ്പോഴും ഒരു പുറന്തള്ളി കളയുന്നതാണ്. സോ നിനക്ക് എന്നെ ഫീൽ ചെയ്യാൻ പറ്റില്ല. നിന്റെ മണ്ടൻ ഫ്രണ്ട്സ് ഇപ്പം 4 വഴിക്ക് എന്റെ മാനിപ്പുലേഷൻസ് ഒക്കെ ഏറ്റെടുത്തിട്ട് അവന്മാരൊക്കെ ഓരോ വഴിക്ക് പോയിട്ടുണ്ടാവും. ബട്ട് ആ ടൈമിൽ നമ്മുടെ നിറൻ പറയുവാണ് ഇല്ല, എന്റെ ഫ്രണ്ട്സ് ഇത് സെറ്റ് ആക്കും എന്ന് നിറം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരായിട്ട് കാണിക്കുവാണ്. ആദ്യം കാണിക്കുന്നത് നമ്മുടെ പീച്ചിന്റെ ആ 3 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പീച്ചിന്റെ അതേ രൂപത്തിൽ ആ ഒരു ശക്തി വന്ന് ഇവരെ ഇങ്ങനെ മരിക്കണം സാക്രിഫൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞേക്കുന്നത്. ആൻഡ് ജാക്ക് എന്ന് പറയുന്നൊരു ചെറുക്കൻ മുന്നോട്ട് വന്ന് നിന്നായിരുന്നല്ലോ ഞാൻ സാക്രിഫൈസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട്. അവനാണെങ്കിൽ അവന് നമ്മുടെ പീറ്റ് കത്തി കൊടുക്കുന്നുണ്ട്, പീറ്റല്ല പീറ്റിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. ആൻഡ് ഈ കത്തി മേടിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നേരെ ആ ഡ്യൂപ്ലിക്കേറ്റ് പീറ്റിന്റെ നെഞ്ചത്തോട്ട് അങ്ങ് കുത്തുവാണ്. കുത്തുന്ന സമയത്ത് ഈ സാധനം പുകയായിട്ടങ്ങ് പോവാണ്. ഈ ജാക്ക് ചോദിക്കുന്നുണ്ട് നിന്റെ വിചാരം എന്താ, ഞാൻ എന്തെന്ന് ചകിരി തിന്നുന്നതെന്ന്, എനിക്ക് അതിലും വലിയ എനിക്ക് ബുദ്ധി ഉണ്ടടാ, ഞാൻ 3 നേരം ചോറ് തന്നെ ഉണ്ടെന്ന് എന്നൊരു രീതിയിൽ നമ്മളെ പീറ്റ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, പീറ്റല്ല ജാക്ക് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുവാന്ന്. ദെൻ ഇവിടുന്ന് നേരെ നമ്മൾ ഇപ്പുറത്ത് കാണിക്കുന്ന ചേച്ചീനാണ്. ചേച്ചിയുടെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നിൽക്കുമല്ലേ. ആ ടൈമിൽ ചേച്ചിയുടെ കയ്യിൽ ബ്രേസ്ലെറ്റ് പോലത്തെ എന്തോ ഒരു ബ്രേസ്ലെറ്റ് അല്ല ഒരു വാച്ച് പോലത്തെ എന്തോ ഒരു സാധനം ചേച്ചിയുടെ കയ്യിലുണ്ട്. ആൻഡ് ആ സാധനം പിടിച്ച് തിരിക്കുമ്പോഴത്തേക്കും ചേച്ചിയുടെ ചുറ്റും കുറച്ച് സ്പേസ് ആവുകയാണ്. അതായത് എന്തൊക്കെയോ കുറച്ച് ശക്തികൾ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ആൾക്കാരിൽ നിന്നും, അതായത് ഇതൊക്കെ ഇല്യൂഷൻ ആണ് എന്ന് കാണിച്ചുകൊണ്ട് ഈ ആൾക്കാരിൽ നിന്നും നമ്മുടെ ഈ ചേച്ചീനെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് താങ്ങി പിടിച്ച് നിൽക്കുവാണ്. ദെൻ ഇതിനിപ്പുറത്ത് കാണിക്കുന്നത് നമ്മുടെ ആ ഒരു പെണ്ണിനെയാണ്. ആ പെണ്ണാണെങ്കിൽ അവൾക്ക് കൈയും വയ്യാണ്ട് അവൾ അവിടെ വീണു പോയായിരുന്നല്ലോ. അവൾ നേരെ പിടിച്ച് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റിട്ട് അവൾ കൈ ചുരുട്ടി പിടിച്ചിട്ട് അവൾ തന്നെ ആ ഒരു ഡ്രമ്മിനിട്ട് അവളുടെ കൈ കൊണ്ട് അടിക്കുവാണ്. വടിയില്ലാണ്ട് കൈ കൊണ്ട് ശക്തി കടിച്ചുകൊണ്ടിരിക്കുവാണ്. ദെൻ ഇപ്പുറത്ത് നമ്മുടെ നിറനെ പിന്നെ കാണിക്കുന്നുണ്ട്. നിറനോട് ഈ ഒരു ശക്തി ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഒന്നും നടക്കൂല മോനെ, ഇതൊക്കെ നിന്റെ വെറും വിശ്വാസം മാത്രം, നിനക്ക് എന്തായാലും എന്നെ ഫീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെയല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇതുണ്ട്. അപ്പൊ നമ്മുടെ നിറൻ ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതായത് ഇവർ ഇന്ന് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നിറൻ പറയുന്നുണ്ട് പകുതിക്ക് വെച്ച് ആർക്കും നിർത്തിയിട്ട് പോവരുത്, അത് ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾക്കിത് നല്ല റിസ്ക് ഉള്ള കാര്യമാണ്, നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് തോന്നുവാണ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിർത്തിപ്പം ഒരു പ്രശ്നമില്ലാന്ന്. അപ്പൊ ഇവരാരും മിണ്ടുന്നില്ല. ആ ടൈമിൽ നമ്മുടെ ബുദ്ധിജീവി ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇത്
പൊട്ടിപ്പോയാൽ അതിനർത്ഥം ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടശക്തി ജയിച്ചു എന്നല്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിറൻ പറയുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട്. സോ അതിനെ ഒരിക്കലും ജയിക്കാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം ഇവരുടെ ലൈഫ് റിസ്ക് ചെയ്ത് പുറത്തേക്ക് വന്നത്. സോ നിറൻ അത്രയ്ക്ക് വിശ്വാസമാണ് അവരുടെ ഫ്രണ്ട്സിനെ. അപ്പൊ അവിടെ നമ്മൾ നേരെ കട്ട് ചെയ്ത് നമ്മൾ നേരെ കൊണ്ട് കാണിക്കുന്ന ആരെന്ന് വെച്ചാൽ നമ്മുടെ കള്ളു കുടിക്കുന്ന മാമനെയാണ്. ആൻഡ് ഈ പുള്ളിനെ കുറെ ശക്തികൾ ഇങ്ങനെ നിലത്തിങ്ങനെ പിടിച്ചു വെച്ചേക്കുവാണല്ലോ. പുള്ളിയുടെ കയ്യിലുള്ള ഒരു കത്തി എടുത്തിട്ട് ആ ഒരു കൈക്കിട്ടങ്ങ് കുത്തുവാണ്. കുത്തിയിട്ട് പുള്ളി ഇങ്ങനെ ചാടി അങ്ങ് എണീക്കുവാണ്. ഇപ്പുറത്തെ നമ്മുടെ ബുദ്ധിജീവിനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിജീവി ആണെങ്കിൽ ആ ഒരു കളിയോടെ കളിച്ചുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ നോട്ട് ദ പോയിന്റ്, ഇത് ബുദ്ധിയുള്ളവർ കളിക്കുന്ന കളിയാണ്. അതുകൊണ്ട് ഞാനതിലേക്ക് അധികം ഇടപെടാൻ പോയില്ല, കാരണം എനിക്കത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ആൻഡ് ഇവന്മാർ എന്തൊക്കെയോ കളിക്കുന്നു, അവിടെ 3-4 വരയൊക്കെ വരയ്ക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ലാസ്റ്റ് നമ്മുടെ ബുദ്ധിജീവി ജയിച്ചു, മറ്റേ സാധനത്തിനെ അങ്ങ് തോപ്പിച്ചു. ആ സാധനം അങ്ങ് പറന്നു പോയാലും പോകുകയായിട്ടങ്ങ് പോയി. ആൻഡ് നമ്മുടെ ബുദ്ധിജീവി ഒരു സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നേരെ ഇപ്പുറത്ത് നമ്മുടെ പീറ്റിനെ കഥാനായകൻ ഇതുവരെ വന്നില്ലായിരുന്നല്ലേ. പീറ്റ് അവിടെ കുരങ്ങുമായിട്ട് മൽപ്പിടുത്തമാണ്. ആൻഡ് പീറ്റിന് മനസ്സിലായി എങ്ങനെ പോയാലും ഈ പ്രാവശ്യത്തിന് ഒടുക്കത്തെ ശക്തിയാണ്, രക്ഷപ്പെടാൻ വേറെ എന്തെങ്കിലും ഒരു വഴി വേണമെന്ന്. ആ ടൈമിൽ പീറ്റ് ജസ്റ്റ് ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് പോവാണ്. അതായത് പീറ്റും നിറനും കൂടെ ആ ഒരു വെള്ളത്തിന്റെ സൈഡിലിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നില്ലേ. ആ ടൈമിൽ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, എനിക്കിതിനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ദുഷ്ടശക്തിയല്ല എൻ്റെ ഉള്ളിലുള്ളത്, ഇതെനിക്ക് എന്തൊക്കെ ശക്തി തന്നാലും എനിക്കിതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ലാസ്റ്റ് ഞാൻ എല്ലാവരിൽ നിന്ന് മാറും, എനിക്ക് ആരും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നിറൻ പറയുന്നുണ്ട്, നിനക്ക് ഞാനുണ്ട് എന്ന്. ആ ഒരു ഇതില് നമ്മുടെ പീറ്റ് എന്താണ് എന്തോ ഇങ്ങനെ ജസ്റ്റ് ഇതിനെ നോക്കുമ്പോൾ പീറ്റിന് മനസ്സിലാവുന്നു ഇത് ചെയ്യുന്നത് പോലെ തന്നെ തിരിച്ചു ചെയ്യണം. അത് നമ്മൾ കുരങ്ങന്മാരെ നമ്മൾ പ്രൊവോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിനെ മാനസികമായി തളർത്തുന്നത്, അത് ചെയ്യുന്നത് ഇമാതിരി വൃത്തികേടുകളാണ് എന്ന് തിരിച്ച് അതിനെ പോലെ തന്നെ കാണിച്ചു കൊടുക്കുമ്പോഴല്ലേ. സോ ആ കുരങ്ങ് എന്താണ് ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ പീറ്റ് അതേ ആക്ഷനോടെ നമ്മുടെ പീറ്റ് കാണിക്കുവാണ്. ദെൻ അതിനെ അങ്ങ് അടിച്ചങ്ങ് നരമ്പരിശാക്കി വിടുവാണ്. ഇപ്പുറത്ത് നേരെ നമ്മുടെ ആ ഒരു ശക്തി നമ്മുടെ നിറനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ആ ടൈമിൽ നമ്മുടെ നിറനോട് ഈ ശക്തി പറയുന്നുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഈ റിച്വല് ഇപ്പം ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം, ആൻഡ് ഞാൻ നിന്നെ വെറുതെ വിടാം, അല്ലെങ്കിൽ ഞാൻ സീലായാൽ അതിന്റെ കൂടെ നീയും ഇവിടെ തന്നെ സീലാവും എന്ന് പറയുന്നു. ആൻഡ് ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് നമ്മളെ കാണിക്കുവാണ്, നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്തെത്തി. ഈവൻ പീറ്റ് അടക്കം അവരുടെ അടുത്തെത്തി. ബട്ട് നിറനെ കാണുന്നില്ല. പീറ്റ് വന്നപാടെ ചോദിക്കുന്നുണ്ട് നിറൻ എവിടെയെന്ന്. അപ്പൊ ഇവര് പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് നിറന് എന്താണ് അവനത് മേക്ക് ഇറ്റ് ആക്കിയില്ല, അതായത് അവന് നേരെയാക്കാൻ പറ്റിയില്ല, സാധനമില്ല, അവൻ പോട്ടെ, നമുക്ക് റിച്വൽ കണ്ടിന്യൂ ചെയ്യാന്ന്. ബട്ട് പീറ്റിനെ അങ്ങനെ വിടാൻ പറ്റുമോ? പീറ്റ് എന്താ ചെയ്തെന്ന് വെച്ചാൽ അവന്റെ ജസ്റ്റ് അവന്റെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കുവാണ്. ആൻഡ് ആ ടൈമിൽ അപ്പുറത്ത് നമ്മുടെ നിറനെ കാണിക്കുന്നുണ്ട്. നിറൻ പറയുന്നുണ്ട്, ഞാൻ സീലാവാൻ പോകുന്നില്ല, അതായത് ഈ ഒരു റിച്വൽ പൂർത്തിയാകും, നിന്നെ സീലാക്കും, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകും, ഞങ്ങൾ ഇത് ചെയ്തിരിക്കും എന്ന് പറയുന്നു. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ നിറന്റെ കയ്യിലെ ആ ഒരു ഇൻവിസിബിൾ ത്രെഡ് ഉണ്ടല്ലോ അത് തിളങ്ങുവാണ്, കാരണം ഇപ്പുറത്തെ പീറ്റ്. ആൻഡ് അവിടെ നിന്ന് തന്നെ ആ ഒരു സ്ഥലത്ത് നിന്നേ നിറൻ മാറിയിട്ട് കാണിക്കുന്നത് ഇപ്പൊ പീറ്റ് നിറന് മാത്രമേ ഉള്ളൂ. ആൻഡ് ആ ഇൻവിസിബിൾ ത്രെഡ് ഇവർ രണ്ടുപേരും ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നിറൻ നമ്മുടെ പീറ്റിനോട് പറയുന്നുണ്ട്, ആ നന്നായി, ഫൈനലി നീ എന്താണ് മാജിക് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നീ പഠിച്ചു, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പീറ്റ് പറയുവാണേ, ഞാൻ മാജിക് ഒന്നും പഠിച്ചില്ല, ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലേക്ക് നോക്കി നിന്നെ ഒന്ന് ഓർത്തതേ ഉള്ളൂ, അപ്പത്തേക്കും ഞാൻ ഇവിടെ എത്തി, നിന്റെ അടുത്തെത്തി, അവരവിടെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് പോവാന്ന് പറയുന്നു. ആൻഡ് ആ ടൈമിൽ തന്നെ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, നിനക്ക് ആരുമില്ല എന്ന് നീ വിചാരിക്കരുത് നിറൻ, നിനക്ക് ഞാനുണ്ടെന്ന്. അങ്ങനെ ഇവരെല്ലാരും കൂടെ ഒന്നിച്ചു കൂടുവാണേ. ആ ടൈമിൽ നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, എന്നാ പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്തൂടെ. അങ്ങനെ ഇവരെന്താണ് തുടങ്ങിയ സ്ഥലത്ത് തന്നെ വെച്ച് ഈ സാധനം കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ അതങ്ങ് നിർത്താൻ വേണ്ടി പോവാണ്. സോ ആ ഒരു സാധനത്തിന് സീൽ ചെയ്യുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുവാണ്. ആൻഡ് ഇവിടെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അതായത് അങ്ങ് കഴിയാനായ സമയത്ത് ഇപ്പുറത്ത് നമ്മുടെ ദുർമന്ത്രവാദി ഉണ്ടല്ലോ, പുള്ളിയാണല്ലോ ഇതിനെ തുറന്നു വിട്ട സാധനം. ആൻഡ് അയാൾക്ക് മനസ്സിലാവുന്നു അയാളുടെ ഉള്ളിലെ ശക്തി പോകുന്നു, അല്ലെങ്കിൽ അയാൾ പിടിച്ചു വെച്ച ആ ഒരു ദുഷ്ടശക്തിനെ വേറെ ആരും സീൽ ചെയ്യുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. ആ ടൈമിൽ തന്നെ ഇയാൾ എന്താണ് ഒരു കാക്കേനെ അങ്ങോട്ട് പറത്തി വിടുവാണ്. ആ കാക്കയ്ക്ക് സംസാരിക്കാൻ പറ്റും, അതായത് ഇയാളുടെ എന്തോ ശക്തി വെച്ചിട്ട് പറത്തി വിടുന്നതാണ്. ആ കാക്ക അവിടെ പോയിട്ട് ചോദിക്കുവാണ്, ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, 10 മില്യൺ ആണോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് ആണെങ്കിൽ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, മിണ്ടരുത്, എന്റെ അനിയത്തിനെ ഈ ഗതിയിലാക്കിയിട്ട് നിന്റെ 10 മില്യൺ അല്ലേ എന്ന് നമ്മുടെ പീറ്റ് അറിയാണ്ടങ്ങ് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ദുർമന്ത്രവാദിക്ക് സംഭവം കിട്ടി, എന്താണ് പറയേണ്ടതെന്ന്. ആ ടൈമിൽ തന്നെ ഈ കാക്കയിലൂടെ ദുർമന്ത്രവാദി പറയുവാണ്, അയ്യോ മണ്ടന്മാരെ നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലേ, നീ ഇപ്പോഴും ഉമ്മാരെ വിശ്വസിച്ച് നടന്നോ, ഇത് സീൽ ചെയ്തെന്ന് വെച്ചൊന്നും നിന്റെ അനിയത്തി പുറത്തു വരാൻ പോകുന്നില്ല, അവളുടെ ഉള്ളിലെ ഇത് സീൽ ചെയ്താൽ നിന്റെ അനിയത്തി അവിടെ മരിച്ചു, അതാണ് എന്നെ അർത്ഥം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് ഇങ്ങനെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പീറ്റ് നിറനോട് ചോദിക്കുന്നുണ്ട്, നിറനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ ഒരു റിച്വലിൽ നിൽക്കുവാണല്ലോ, ഇനി ഈ കാക്ക വാ തുറന്നാൽ ശരിയാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കള്ളുടിയൻ അങ്കിളാണെങ്കിൽ ആ കത്തി എടുത്തിട്ട് കാക്കയ്ക്കിട്ട് എറിയുന്നുണ്ട്. കാക്ക അവിടെ തന്നെ ചത്ത് വീഴുന്നു, പിന്നെ കാക്ക സംസാരിക്കുന്നില്ലല്ലോ. ദെൻ ഏകദേശം ഇതങ്ങ് ഫൈനൽ എത്തി ഈ ഒരു സാധനത്തെ സീൽ ചെയ്യേണ്ടത്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, നിറ പറ എന്താ സംഭവം.
ഇനി ഈ കാക്ക പറഞ്ഞത് ശരിയാണോ, ഇനി കാര്യം അറിയണേ എൻ്റെ അനിയത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലേ എന്ന്. നിറൻ ഇതൊന്നും കേൾക്കുന്നുണ്ട്, ബട്ട് നിറൻ ഇതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിറൻ ലാസ്റ്റ് അങ്ങനെ അതിനെ സീൽ ചെയ്യുവാന്ന്. ഇവന്റെ കൂട്ടുകാരൻ നമ്മുടെ പീറ്റിനെ തടഞ്ഞു വെച്ചേക്കുവാണ് നിറന്റെ അടുത്തേക്ക് പോകാണ്ടിരിക്കാൻ. അങ്ങനെ ലാസ്റ്റ് ഫൈനലി സീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പീറ്റ് നിറന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുവാണ്, ഇനിയെങ്കിലും പറ, നീ എന്നോട് കള്ളം പറഞ്ഞതല്ലല്ലോ, ആ കാക്ക പറഞ്ഞതല്ലേ കള്ളം, സത്യം പറ, എൻ്റെ അനിയത്തിക്കൊന്നും പറ്റില്ലല്ലോ എന്ന്. പക്ഷെ നമ്മുടെ നിറൻ ഒന്നും മിണ്ടുന്നില്ലേ. അതിൽ നിന്ന് തന്നെ നമ്മുടെ പീറ്റിന് കാര്യം മനസ്സിലായി. ആ ടൈമിൽ നമ്മുടെ ചേച്ചി പെട്ടെന്ന് പറയുവാണ്, നിന്റെ അനിയത്തിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ എന്താ, 100 ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ലേന്ന്. ആ ടൈമിൽ നമ്മുടെ പീറ്റിനെ കയറി വന്നു. കാരണം പീറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ആകെപ്പാടെ ഉള്ളത് അവന്റെ അനിയത്തി മാത്രമാണ്. അവന്റെ അമ്മയും അച്ഛനും ഓൾറെഡി മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ അനിയത്തിനെ രക്ഷിക്കാൻ ഏത് കടമ്പ കടക്കാൻ അവൻ തയ്യാറായിട്ടാണ് അവനവന്റെ ലൈഫ് പോലും പണയം വെച്ചിട്ട് ഈ ഒരു പരിപാടിക്ക് വന്നത്. സോ ആ അനിയത്തിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഡിസപ്പോയിന്റ്മെന്റും, പിന്നെ അതിന്റെ കൂടെ തന്നെ അവന്റെ നിറൻ അവനോട് കള്ളത്തരമാണല്ലോ പറഞ്ഞത്, അത്രയ്ക്ക് വിശ്വസിച്ച ആളായിരുന്നല്ലോ, കള്ളമാണല്ലോ പറഞ്ഞത് എന്നോർത്തിട്ട് നമ്മുടെ പീറ്റിനെ ആകെ സങ്കടമാവുന്നു. നിറനെ അടിക്കാനൊക്കെ പിടിക്കുന്നുണ്ട്, പക്ഷെ പീറ്റിനെ കൊണ്ട് നിറനെ അടിക്കാൻ പറ്റില്ല. അങ്ങനെ പീറ്റാണെങ്കിൽ അവിടെ സൈഡിൽ മാറിപ്പോയിരുന്നു പൊട്ടി കരയുവാണ്. അപ്പൊ എല്ലാവരും ഒരു ദയനീയാവസ്ഥയെ നോക്കി നിൽക്കുവാണേ. പക്ഷെ നമ്മുടെ പീറ്റ് കരയുന്നത് നിറന് കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ നമ്മുടെ നിറൻ എന്ത് ചെയ്യുന്നു, അവനെ ജസ്റ്റ് മൊമെന്റിൽ അവനെ സീൽ ചെയ്ത് വെച്ച സാധനം ഉണ്ടല്ലോ, അത് അവനങ്ങ് തല്ലി പൊട്ടിക്കുകയാണ്. അത് പൊട്ടിച്ചപ്പോൾ തന്നെ അതിലെ ശക്തികളെല്ലാം പുറത്തേക്ക് വരുന്നു. ആൻഡ് ഈ കുട്ടികളുടെ എല്ലാം മേത്തേക്ക് കയറുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കുട്ടികളുടെ എല്ലാം മേത്തി ഓരോ ശക്തികളുണ്ടല്ലോ. സോ ഇതിനെ സീൽ ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ ആത്മാവിനെ സീൽ ചെയ്ത പോലെയാണ് ഇവരും അങ്ങ് മരിച്ചു പോകും. ഇതാണ് കഥ. ആൻഡ് തിരിച്ച് ഈ കുട്ടികളുടെ മേത്തേക്ക് തന്നെ ഈ സാധനം തിരിച്ചു പോയി കയറുന്നുണ്ട്. നമ്മുടെ നിറനാണെങ്കിൽ അവന്റെ കൈയല്ലേ അവൻ അടിച്ചു പൊട്ടിച്ചത്, കൈ കൊണ്ടല്ലേ അടിച്ചു പൊട്ടിച്ചത്. സോ കൈയും പിടിച്ചുകൊണ്ട് അവനങ്ങ് നടന്നു പോകുന്നുണ്ട്. ആ ടൈമിൽ നമ്മുടെ ചേച്ചി പറയുന്നുണ്ട്, പൊക്കോ നിന്റെ അനിയത്തി എഴുന്നേറ്റിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. ആ ടൈമിൽ തന്നെ നമ്മുടെ പീറ്റ് ഓടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അനിയത്തിനെ കാണുന്നുണ്ട്, എല്ലാം ഓക്കെ ആക്കുന്നുണ്ട്. ദെൻ നമ്മുടെ പീറ്റ് പോയിട്ട് നമ്മുടെ കള്ളൂടിയ മാമനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്തായിരുന്നു സംഭവം, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന്. പറഞ്ഞ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, സീല് ചെയ്ത സാധനത്തെ തുറന്നു വിട്ടപ്പോൾ നിന്റെ അനിയത്തിക്കെല്ലാം ചെയ്യാൻ വന്നു. കാരണം അതിന്റെ ആത്മാക്കളെ അത് പിടിച്ചുകൊണ്ടായിരുന്നല്ലോ പോയത്. സോ നിന്റെ അനിയത്തിക്കൊന്നും ഒരു പ്രശ്നമില്ല. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ ദുഷ്ടശക്തിയുടെ ഇതിന്റെ ഒരു ശക്തി ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും. കാരണം ഒരിക്കൽ പിടിച്ചു വെച്ചിട്ട് പിന്നെ പുറത്ത് വിട്ടതല്ലേ. അപ്പൊ ഇത് ഡബിൾ മടങ്ങായി, നല്ല സ്ട്രോങ് ആയി ഈ സാധനം. ആൻഡ് അടുത്ത സീൻ നമ്മളെ കാണിക്കുന്നത്, ഇത് പുറത്തു പോയപ്പോൾ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. അതായത് വാർത്തയിലൊക്കെ മുന്നേക്കാണ്ടും ഹെയ്റ്റ് ആണ് മിനിസ്റ്ററിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പുറത്തെ നിറനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ചേച്ചി എന്തൊക്കെയോ കാര്യം പറഞ്ഞ് നിറനെ ഉപദേശിക്കുന്നുണ്ട്. ബട്ട് നിറനാണെങ്കിൽ ചേച്ചിക്കും അറിയാം നിറനും വേറെ വഴിയില്ലാണ്ട് ചെയ്തതാണ്. സോ ചേച്ചി അങ്ങനെ ദേഷ്യപ്പെടുന്നൊന്നും ഇല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. നമ്മുടെ നിറൻ ചത്തവാദി പോലെ എഴുന്നേറ്റ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആൻഡ് ഇവ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നിറന്റെ കയ്യിലാണെങ്കിൽ ആ ഒരു ത്രെഡ് തിളങ്ങാൻ തുടങ്ങി. അപ്പൊ നിറന് മനസ്സിലായി പീറ്റ് അവിടെ ഉണ്ടെന്ന്. അപ്പൊ പീറ്റ് നിറന്റെ മുമ്പിലേക്ക് നേരെ വന്ന് നിൽക്കുവാണ്. എന്നിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ പീറ്റിന് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ആ ടൈമിൽ നിറം ചോദിക്കുന്നുണ്ട്, അനിയത്തിക്ക് എങ്ങനെയുണ്ട്, സുഖമായോ എന്ന്. ആ ടൈമിൽ പീറ്റ് പറയുന്നുണ്ട്, അതെ അവളെ നാളെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് നിറം പറയുന്നു ഓക്കെ. അതായത് കാഷ്വൽ ആയിട്ട് നിറൻ ഇങ്ങനെ സംസാരിച്ചു. നിറനെ കാണുമ്പോൾ നമുക്കറിയാം നല്ല സങ്കടമുണ്ട്. ആ ടൈമിൽ തന്നെ പീറ്റ് ഓടിപ്പോയി നിറനെ കെട്ടിപ്പിടിക്കുവാണ്. എന്നിട്ട് നിറനോട് പറയാം, സോറി, എനിക്കറിയാം ഞാൻ നിന്നെ നിരാശപ്പെടുത്തിയത്, പക്ഷെ താങ്ക് യു, എൻ്റെ അനിയത്തിനെ രക്ഷിച്ചതിന്. എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം വരെ തരാൻ തയ്യാറാണ്. ഞാൻ മരണപ്പെടുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും പോലും ഞാൻ ചെയ്യും. അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് നിന്നോട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നിറനാണെങ്കിൽ തിരിച്ച് പീറ്റിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ ഇപ്പുറത്ത് നമ്മുടെ ദുർമന്ത്രവാദിനെ കാണിക്കുവാണേ. ഇയാൾ എന്തോ ഒരു സാധനം ചെയ്തിട്ട് നേരെ നമ്മുടെ നിറനെ അങ്ങ്, അതായത് എന്തോ ഒരു സീല് ചെയ്യുവാണ് നിറന്റെ സോളിനെ. അങ്ങനെ നിറൻ അവിടെ ബോധം കെട്ട് വീഴുവാണ്. ഞാൻ ബോധം കെട്ട് വീണ നിറനെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലെ കോമ സ്റ്റേജിലാണ് നമ്മുടെ നിറനിപ്പോൾ. പീറ്റും അവിടെ തന്നെയുണ്ട്. ഇതിനുശേഷം നമ്മുടെ പീറ്റ് വന്നിട്ട് ബാക്കി ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ, അവരോട് ചോദിക്കുന്നുണ്ട് ഇതെന്തായിരുന്നു സംഭവം, ഇപ്പം നിറനും എൻ്റെ അനീതിയെ പോലെ ആയിപ്പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ കള്ളുടിക്കുന്ന മാമൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കുവാണ്. നിന്റെ അനിയത്തിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ, അവളെ ആ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ഒരു സാധനം ഇങ്ങനെ മാനിപ്പുലേറ്റ് ഇല്ല, ഹിപ്നോട്ടൈസ് പോലെ ചെയ്തു വെച്ചിട്ട് അവരുടെ ആത്മാവിനെ എന്തോ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. അത് ഫ്രീ ആയപ്പം അവരുടെ ആത്മാക്കളെല്ലാം തിരിച്ചു വന്നു. ഇനി അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. ബട്ട് നിറനെ ചെയ്തെന്താന്ന് വെച്ചാൽ, സോൾ കട്ടിങ് എന്ന് പറയുന്ന ഒരു എന്തോ റിച്വലാണ്. അതായത് ഇവന്റെ ബോഡിയിൽ നിന്ന് ഇവന്റെ ആത്മാവിനെ അങ്ങ് വേർപെടുത്തി വിടും. ആ ടൈമിൽ നമ്മുടെ പഠിപ്പിയും ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിലുള്ള ആത്മാക്കളാണ്, രണ്ട് ടൈപ്പിലുള്ള ശക്തികളാണ്. അതായത് യിന്നും യാനും അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, അതിൽ ഒരു ശക്തിയാണ് നമ്മുടെ ബോഡിയിലേക്ക് ആത്മാവ് കയറിയാൽ നമ്മുടെ ബോഡീനെ അത് കൺട്രോൾ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് ആ ഒരു കൺട്രോൾ ചെയ്യിപ്പിക്കുന്ന സാധനത്തെയാണ് അവിടെ പിടിച്ചു വെച്ചേക്കുന്നത്. സോ ആ ആത്മാവ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ബോഡിയിലില്ല, അത് ബോഡിയുടെ പുറത്ത് വേറൊരു സ്ഥലത്താണുള്ളത് എന്ന് പറഞ്ഞേക്കുന്നത്.
അപ്പം നമ്മുടെ പീറ്റ് ചോദിക്കുന്നുണ്ട്, ഇതിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ആ ഒരു കള്ളുടിക്കുന്ന മാമൻ പറയുന്നുണ്ട്, പറ്റുമൊക്കെ ചെയ്യും, പക്ഷേ അതിന് റിച്വൽ വേണം. ആ റിച്വൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് നടക്കും തോന്നുന്നില്ല, കാരണം നമുക്കതിനുള്ള ശക്തിയില്ല. അത് നല്ല നല്ല പവർ വേണം ആ സാധനത്തിന്. പിന്നെ രക്ഷിക്കണമെങ്കിൽ നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, അതിന് നീ തന്നെ മനസ്സ് വെക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം ഇവനുമായിട്ടാണല്ലോ സോൾ ബോണ്ടിങ് ഉള്ളത്. ആ ടൈമിൽ നമ്മുടെ ബുദ്ധിജീവി പറയുന്നുണ്ട്, അതത്ര നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് നമ്മുടെ പീറ്റിന്റെ ലൈഫിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ആ ടൈമിൽ നമ്മുടെ പീറ്റ് പറയുന്നുണ്ട്, എത്രത്തോളം അപകടമാണെങ്കിലും അവന്റെ ജീവിതം കളഞ്ഞാണ് എൻ്റെ അനീതിയെ രക്ഷിച്ചത്, സോ ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞിട്ടായാലും അവനെ രക്ഷിക്കും എന്ന് പറയുന്നത് കാണിച്ചതുകൊണ്ട് ആ എപ്പിസോഡ് അവിടെ തീരുവാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.